ഏകദേശം 700 വർഷത്തോളം ഭൂമിന്റെ അടിയിൽ വെള്ളത്താൽ മുങ്ങിക്കിടക്കുന്ന ഒരു അമ്പലമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ എന്റെ ഈ ഒരു റൂമിന്റെ ഓണർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അമ്പലത്തിനെ പറ്റി അറിഞ്ഞത്. അത് കേട്ടത് ഞാൻ നേരെ എന്റെ ഇവിടത്തെ വണ്ടിയും എടുത്ത് നേരെ അമ്പലമുള്ള സ്ഥലത്തെത്തി. ഈ ഒരു അമ്പലം ശരിക്കും ഭൂമിന്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വർഷം മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ് ഈ ഒരു അമ്പലം. പക്ഷേ ഈ ഒരു വെള്ളമൊക്കെ എവിടെ നിന്നാണ് ഒലിച്ചു വരുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വെളിയിൽ നല്ല ചൂടാണെങ്കിലും അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയ ഇവിടെ ഫുള്ള് തണുപ്പാണ്. കാരണം ഒന്നാമത് ഇത് ഭൂമിന്റെ അടിയിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഇതുപോലെ ഫുള്ള് കെട്ടിക്കിടക്കണ വെള്ളം. അതുപോലെ വെള്ളത്തിന്റെ തണുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച വെള്ളം പോലെ ഉണ്ട് ഇത്. എന്തിന് ഈ ഒരു വെള്ളത്തിൽ ഞാൻ മീനിനെയും ഞണ്ടിനെയും വരെ കണ്ടു. ഇനിയിപ്പോ ഇതിൽ വല്ല പാമ്പുണ്ടാവോന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോ ഇതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും അമ്പലത്തിന്റെ വെളിക്ക് ഇറങ്ങി നോക്കിയപ്പോ അമ്പലത്തിന്റെ ഉൾവശത്തേക്ക് പോകാൻ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വഴി ഞാൻ കണ്ടു. ഈ ഒരു വഴി കൂടെ പോയാൽ എവിടെ എത്തുന്ന അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം ഞാൻ നേരെ ഈ ഒരു വഴി കൂടെ ഉള്ളിലേക്ക് ചാടിപ്പോയി. പക്ഷെ ഇവിടെ എത്തിയതും ഇവിടെ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷെ കുറച്ചൊന്ന് നടന്നത് ഞാൻ കണ്ടത് ഈ ഒരു കാഴ്ചയായിരുന്നു. ഈ ഒരു അമ്പലത്തിന്റെ ചുറ്റും മുഴുവനും വവ്വാലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. ഇനി ഇതിന്റെ ഉള്ളിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. പക്ഷെ പേടിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു അമ്പലത്തിന്റെ വിഗ്രഹം കണ്ടുപിടിച്ചു. ഇതാണ് ഈ ഒരു അമ്പലത്തിന്റെ വിഗ്രഹം. പക്ഷെ ആ ഒരു വിഗ്രഹം മാത്രമേ ഈ ഒരു അമ്പലത്തിലുള്ളൂ. ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ പൊളിഞ്ഞ രീതിയിലാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഇപ്പൊ വർഷങ്ങൾക്ക് മുന്നേ എന്ത് പറ്റിയിട്ടുണ്ടാവും ഈ ഒരു അമ്പലത്തിന് ഇങ്ങനെ ആവാമെന്നും ആലോചിച്ച് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഞാൻ പതുക്കെ ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.